ഡോക്ടർ ആണോ അങ്ങനെ ഒരു വൈബ് കയറിയിട്ടുണ്ടോ? എല്ലാ ഫിലിംസിലും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഈ BIP എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീൻ ഉണ്ട്. അപ്പൊ എക്സാമിന്റെ തലേന്നെല്ലാം അമ്മയുടെ അടുത്ത് പോയി കിടക്ക. നിനക്ക് തല്ലൊന്നുണ്ടാടാ എന്നൊക്കെ ചോദിച്ചാല് ഒന്നും പതറൂല. ശരിക്കും ഒരു ഭയങ്കര സംഭവം തന്നെ. എനിക്ക് അതിന് വേർഡ്സില്ല. ഇംഗ്ലീഷ് ഇന്നേ വരെ പഠിക്കാത്ത രീതിയിൽ ഞാൻ പഠിച്ചു. അത് ഏത് രീതി? ഭയങ്കര വർഷങ്ങളായിട്ടുള്ള ഒരുപാട് അത്യാവശ്യങ്ങൾ വീട്ടിൽ അപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഓക്കെ അവിടെ നിക്കട്ടെ, പെട്ടെന്ന് പോയിക്കോ എനിക്ക് ഇച്ചിരി സമാധാനം അങ്ങനെ പറയാം. ഓൽക്കൊരു ചിക്കൻ പീസ് ഒക്കെ അധികം കിട്ടുന്ന കേസല്ലേ. ഇൻട്രോവേർട്ട് എന്നുള്ള ഇപ്പൊ ഒരു ആലങ്കാരിക വേർഡാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാം. മൊത്തം റെഡിയാണ്. ഇനി ഒരു റീടേക്ക് ഇല്ല, ഒറ്റ ടേക്കിൽ നമ്മൾ തീർക്കാൻ പോവാണ്. ഇതാ തുടങ്ങി. ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ, ടെൻഷൻ ഉണ്ടോ? യെസ്. ഈ ഇന്റർവ്യൂവിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്റെയും ഈ കുട്ടീൻ്റെയും പേരെന്താ? ഫിദന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആട്ടോ. അപ്പൊ എന്താവുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്താവുന്നുള്ളത്. ഫിദ, യെസ്. അപ്പൊ ഫിദ നമ്മുടെ എജുപോർട്ടിന്റെ കൂടെ +1 +2 പഠിച്ചിട്ട് ഇപ്പൊ റിസൾട്ട് വന്നപ്പോൾ 1198 മാർക്ക് ഉണ്ട്. 2 മാർക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ഏതിലേനു? ഇംഗ്ലീഷിലാണ്. അപ്പോ യെസ്, ചോദിക്കട്ടെ, എക്സ്പെക്ട് ചെയ്തിനോ ഇത്? ഇല്ല, എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഫസ്റ്റ് ഇയറിലാണ് ഇംഗ്ലീഷിന് 2 മാർക്ക് പോയത്. അപ്പം സെക്കൻഡ് ഇയറിലും അതേപോലെ തന്നെ മാർക്ക് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഫുൾ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷില് ഓക്കെ. അതായത് +2 ഫുൾ മാർക്ക്, +1 മാത്രം ഇംഗ്ലീഷിൽ 2 മാർക്ക് പോയി. അതായത് അപ്പോ ഇവിടെ സ്കോളർഷിപ്പ് ഉണ്ട്. യെസ്. അപ്പൊ ഇപ്പം ഈ ഫിദ ഇപ്പൊ ഫിദ ഉള്ളത് എജുപോർട്ടിന്റെ റിപ്പീറ്റർ ക്യാമ്പസിലാണ്. ഫിദ ഇവിടെ 100% സ്കോളർഷിപ്പിലാണ്. കാരണം ഫിദക്ക് PCMB ഒക്കെ ഫുൾ മാർക്കാണ്. തൂഫാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സെറ്റാണല്ലോ? സെറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, എപ്പം മുതലാണ് എനിക്ക് ഈ ഒരു നീറ്റിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്, ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ? നീറ്റിനെ കുറിച്ച് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയത് +1 മുതലാണ്. അപ്പോഴാണ് 10th കഴിഞ്ഞപ്പോഴാണ് എൻട്രൻസ് എടുക്കണം, നീറ്റ് ക്രാക്ക് ചെയ്ത് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണം എന്നുള്ള ഒരു ഇത് വന്നു തുടങ്ങിയത്. പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പം അവർക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റ്, ഡോക്ടർ എന്നുള്ള ഒരു പേര്, അതെല്ലാം അവർ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്നതും മെയിൻലി അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ്, അവരുടെ പൊസിഷനിൽ അവരുടെ സ്കിൽസിന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ കാരണം ഒരു ഡോക്ടറിന് ആ ഒരു റെസ്പെക്റ്റ് ആണ് മെയിൻ ഫാക്ടറിങ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഫിലിമൊക്കെ കണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ, ഡോക്ടർ ആണോ അങ്ങനെ ഒരു വൈബ് കയറിയിട്ടുണ്ടോ? ഡോക്ടർ ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും പടത്തുനിന്ന്? ഫിലിം എല്ലാ ഫിലിംസിലും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഈ ക്രൂഷ്യൽ മൊമെന്റ്സിലൊക്കെ ലൈഫ് സേവ് ചെയ്യുന്ന സിനിമയുടെ പേരറിയില്ല. ഇൻസിഡന്റ് പറ, ഞാൻ പറഞ്ഞ പേര്. ഒരു ട്രാഫിക് അങ്ങനെ മറ്റേ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നല്ലൊരു അത്ര ടൈം സിനിമയിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സംഭവം ഈ പോലീസുകാരും വലിയ സംഭവങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ കാണാം. പക്ഷെ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഡോക്ടേഴ്സിനുള്ള ഒരു പ്രാധാന്യം, അത് കാണുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചം വരും. VIP എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? വേലയില്ലാ പട്ടധാരി. ഇത് ഫിലിമിന് അങ്ങനെ ജനറേഷൻ ഒന്നും ഇല്ല നമ്മൾ പറയെങ്കിലും കുറച്ച് ബാക്കൗട്ടുള്ള പടമാണ്. ഈ BIP എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീൻ ഉണ്ട്. അതായത് ധനുഷ് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി ഭയങ്കര അവിടെ നിന്നൊക്കെ ജോലിയൊന്നും കിട്ടാണ്ട് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ ഇരുന്നിട്ട് അന്നപ്പോഴായിരിക്കും ഓൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. എന്താ അതിന്റെ ഓളെ പേര്? അമല പോള് വിളിക്കുന്നത്. യെസ്. അപ്പൊ അത് കാണുമ്പോൾ ഓൻ എന്തായി ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ചിരിച്ച് എണീച്ച് പോകുന്ന ഒരു സീൻ ഉണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ളത് ആരാണ്? ഇനി ഭയങ്കര ഡൗൺ ആയി നിൽക്കുമ്പോൾ ഓലൊരു കോള്, ഒരു മെസ്സേജ്, ഒരു സാന്നിധ്യം, ഒരു ആശ്വാസവാക്ക് ഒക്കെ എന്നെ ഭയങ്കര ഓക്കെ ആക്കും. അങ്ങനെയുള്ള ഒരാള് പേരൻസ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കറക്റ്റായി പറഞ്ഞാൽ ആരാ? ഉമ്മാണ്. ഓക്കെ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും മൊമെന്റ് പറയാനുണ്ടോ? ഇങ്ങനെ നിൽക്കുമ്പോ ഉമ്മ എന്നെ ഭയങ്കര ഓക്കെ ആക്കി എനിക്ക് ഇപ്പോഴും മറക്കാൻ എല്ലാ എക്സാമിന്റെയും തലേന്ന് ഭയങ്കര ടെൻഷനാ. ഭയങ്കര എല്ലാം പഠിച്ചെങ്കിലും നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര ടെൻഷനായിട്ട്. അപ്പൊ എക്സാമിന്റെ തലേന്നെല്ലാം അമ്മയുടെ അടുത്ത് പോയി കിടക്കുക. അപ്പൊ എല്ലാം ഓക്കെ ആകും.
പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നിനക്കത് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് അത് അമ്മയ്ക്കും അത്ര അല്ല അത്തയ്ക്കും ഉണ്ട്. അപ്പം ആ ഒരു ഇത് നമ്മളിൽ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുമ്പോൾ വേറൊരാൾക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളിൽ വീണ്ടും കോൺഫിഡൻസ് വരും. ഓക്കെ, എന്താ ഉപ്പനെയും ഉമ്മനെയും വിളിക്കുക? അമ്മ ആത്താന്ന? അമ്മ അത്ത. അമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ. ഓക്കെ, ആത്താന്ന് പറഞ്ഞാൽ അത്ത. അത്ത എന്ന് പറഞ്ഞ വാപ്പ. അങ്ങനെ കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ട് അത്ത. ശരി, കൊള്ളാം. ശരിക്കും ഈ ഒരു പിന്നെ ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ നീറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാനൊക്കെ നമ്മൾ പുറപ്പെടുമ്പോൾ മറ്റേ കരിങ്കാളി കളിക്കുന്ന മാതിരിയാണ്. ഈ സൈഡിൽ ടെൻഷൻ, പക്ഷെ ഇവിടെ വരുമ്പോൾ ഹായ് സന്തോഷം ഡോക്ടർ ആവാലോ. ഇവിടെ വരുമ്പോൾ പിന്നെ എന്താ പ്രഷർ. ഇവിടെ വന്നാൽ ഹായ് ഡോക്ടർ ആവാലോ. ഇവിടെ വരുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്, വൈ എന്നെ കൊണ്ടാവുന്നില്ലേ ഡോക്ടർ ആവാലോ. ഇവിടെ വരുമ്പോൾ എന്താ അയ്യോ ഫാമിലി ഫംഗ്ഷൻ എല്ലാം മിസ്സാവുന്ന ഡോക്ടർ ആയാലോ. അങ്ങനെ അതായത് ഈ എല്ലാ സംഭവങ്ങളെയും നമുക്ക് മറികടക്കാനുള്ള ഒരു ഹോപ്പ് ഇവിടെ ഉണ്ട്. ഒരു ഡോക്ടർ ആവുക എന്നുള്ള ആ ഒരു വലിയൊരു സ്വപ്നം അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചോദിക്കാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഞാൻ ഒരുപാട് ആൾക്കാരിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു ക്വാളിറ്റി. എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു, അധികം പ്രൊവോക്ക് ആവത്തില്ല. എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ട്, നിനക്ക് തല്ലെന്നുണ്ടാടാ എന്നൊക്കെ ചോദിച്ചാല് ഒന്നും പതറൂല. ഇപ്പൊ ദേഷ്യം വന്നാൽ മാക്സിമം എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വന്നാലും ഐ വിൽ കീപ് മൈ കൂൾ. ആ ഒരു അത് സത്യം പറയാലോ, അത് അധികമൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ ശരിക്കും പ്രൊവോക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ നമ്മൾ കാണാം ആൾക്കാർക്ക് ക്ഷമ ഭയങ്കര കുറവാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര റൈസ് ആവും. അങ്ങനെയുള്ള ഒരു സംഭവം ശരിക്കും ഈ ഒരു ഇതിൽ ആ ഒരു അടിപൊളി ക്വാളിറ്റി തന്നെ കേട്ടോ. നമ്മളെ ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ശരിക്കും ഒരു ഭയങ്കര സംഭവം തന്നെ. എനിക്കതിന് വേർഡ്സില്ല, അത് നല്ലൊരു അടിപൊളി ക്വാളിറ്റി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ +1 അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾ ഫുൾ മാർക്ക് കിട്ടുമോ എന്നൊക്കെ തോന്നുന്ന ഒരു കുട്ടികൾ ഒക്കെ ഉണ്ടാവും. ഓലോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് മനസ്സിലായത്, നമ്മൾ എഫേർട്ട് ഇട്ടാൽ അതിന് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും. ഇപ്പം കുറച്ച് ടൈം പഠിച്ചാലും നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് 1200-ൽ 1200 എന്നുള്ള ഉറപ്പായിട്ടും. അതിന്റെ അപ്പുറം തന്നെ ഇംഗ്ലീഷിന് ഒന്ന് എന്ത് ചെയ്യണം, സ്പെഷ്യലായിട്ട്. ഞാൻ ഇംഗ്ലീഷ് ഇന്നേ വരെ പഠിക്കാത്ത രീതിയിൽ ഞാൻ പഠിച്ചു. അത് അങ്ങനെ എഴുതി പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് നമ്മൾ വായിച്ച് പഠിച്ചേ എനിക്കറിയത്തുള്ളൂ. പക്ഷെ ആ ഇമ്പ്രൂവ്മെന്റ് ടൈമിൽ ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ ഇതേവരെ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടേ ഇല്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് എടുത്തു, പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്തു, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ നോക്കി. അങ്ങനെയെല്ലാം എഴുതി പഠിച്ച് അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. പിന്നെ എല്ലായിടത്തു നിന്നും റിസോഴ്സസിൽ നിന്ന് എല്ലാം നോട്ട് എടുക്കുക, പഠിക്കുക. അങ്ങനെ നോട്ട് ഉണ്ടാക്കി പഠിച്ചു, എഴുതി പഠിച്ചു, പ്രീവിയസ് ഇയർ എല്ലാം ആൻസർ ചെയ്ത് സ്കൂളിൽ ടീച്ചറിനെ കൊണ്ട് കാണിച്ചു. അങ്ങനെയൊക്കെ ഇന്നേ വരെ അത്ര എഫേർട്ട് ഇട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ റിസൾട്ടാണ് കിട്ടിയത്. സെക്കൻഡ് ഇയറിലും ടൈം ഇല്ലാഞ്ഞത് കൊണ്ട് ഇംഗ്ലീഷ് അത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അന്ന് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് സെക്കൻഡ് ഇയറും എഴുതിയത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി എങ്ങനെയാണ്? ഭയങ്കര അടിപൊളിയാണോ അല്ലെങ്കിൽ ഏതൊരു ലെവലിലാണ്? ഫിനാൻഷ്യലി മിഡിൽ ക്ലാസ് ആണ്, ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാമിലി പോലാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നേരിട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാവും ഈ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസ വേണമല്ലോ. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് താങ്ങുമോ? ആ ഒരു തോട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഇപ്പം +1 ഒരു ടൈമിലോ +2 എപ്പോഴെങ്കിലും ഒക്കെ തോന്നിനോ? തോന്നിയായിരുന്നു. അപ്പം നമുക്ക് നീറ്റ് ഫസ്റ്റ് ട്രൈ തന്നെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതപ്പോൾ വന്നിരുന്നു. പക്ഷേ പറ്റില്ലെന്നുള്ള ഇതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നല്ല പൈസ എടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ പഠിച്ച് ആ മണിക്ക് നമുക്കൊരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാം. കാരണം പേരൻസ് അത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് അത്രയും ഈ റിപ്പീറ്റ് ചെയ്യുന്ന മണി കൊണ്ട് വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഭയങ്കര വർഷങ്ങളായിട്ടുള്ള ഒരുപാട് അത്യാവശ്യങ്ങൾ വീട്ടിൽ അപ്പോഴും ഉണ്ടാവും. അതൊക്കെ ഓക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും പൈസയെ കുറിച്ച് ചിന്തിക്കേ വേണ്ട.
ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലപോലെ പഠിച്ച് എടുക്കുക. അപ്പം അതിന് എന്നോട് പറയുന്നത് പൈസയുടെ കാര്യം ഓർക്കണ്ട. അവരിപ്പം എനിക്കറിയായിരിക്കും അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അവർ പറയും പൈസയുടെ കാര്യം ആലോചിക്കണ്ട, നീ നല്ലപോലെ പഠിക്കുക, അതിനു വേണ്ടി എന്തും ചെയ്തു തരും, പഠിക്കുക എന്നുള്ള ഒരു ഗോൾ. എത്രയാണ് ഇനി ഓക്കെ സംഭവം ഇപ്പോൾ ഇതാ ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഞാൻ വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്, നീ കറക്റ്റ് പറയണോ, ഉള്ളൂന്നെടുത്ത് പറയണോ, എത്രയാണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ? എക്സ്പെക്ട് ചെയ്യുന്നത് 700+ ആണ്. 700+ ഇനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്താനുള്ള എല്ലാ പരിപാടിയും ഇനി തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ 700 എന്നുള്ള ഒരു സ്കോറിൽ ഇനി എത്തിക്കഴിഞ്ഞാൽ ഇനി അത് ആദ്യം ആരെയും വിളിച്ച് പറയാം? അപ്പോൾ ഉമ്മനാണ് വിളിച്ച് പറയാം. ഉമ്മനെ വിളിച്ച് എന്തായിരിക്കും പറയാ? എൻ്റെ കൂടെ തന്നെ കാണുമല്ലോ, അപ്പോൾ എന്നാലും പറയണം ഇത് ഇപ്പം എല്ലാ റിസൾട്ട് അറിഞ്ഞാലും ആദ്യം അമ്മയെ വിളിച്ച് പറയും. അപ്പം ആദ്യം പറയുന്നത് എൻ്റെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. അങ്ങനെ. ഇപ്പൊ അനിയനല്ലേ, അത് ഏട്ടനാണോ? ബ്രദർ, യങ് ബ്രദർ, അനിയനാണ്. അനിയനൊക്കെ ശരിക്കും എന്നെ വിട്ടുന്ന ആ ഒരു വിഷമം ഉണ്ടായിനോ? അവനില്ല, അങ്ങനില്ല. അവൻ എന്നോട് പറഞ്ഞിരുന്നത് സമാധാനമുണ്ട്, പെട്ടെന്ന് പോയിക്കോ എനിക്ക് ഇച്ചിരി സമാധാനം. അങ്ങനെ പറയോ? ഓൽക്കൊരു ചിക്കൻ പീസ് ഒക്കെ അധികം കിട്ടുന്ന കേസല്ലേ? ഓന് ശരിക്കും സംഭവം അങ്ങനെ പറഞ്ഞതേ ഉണ്ടാവട്ടോ. ചിലപ്പോ അറിയാം ഓന് ഭയങ്കര വിഷമായിരിക്കും. നീ എങ്ങനെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള അങ്ങനെ ഒരു ടൈപ്പാണോ? ഒത്തിരി ഫ്രണ്ട്സ്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻട്രോവേർട്ട്? ഇൻട്രോവേർട്ട് എന്നുള്ള ഇപ്പൊ ഒരു ആലങ്കാരിക വേർഡാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാം ആൾക്കാർ. എനിക്ക് റിപ്പീറ്റഡ് വരാൻ തന്നെ മെയിൻ ഇത് ഫ്രണ്ട്സ് ഒന്നും കിട്ടിപ്പോത്തില്ലല്ലോ. തന്നെ വന്ന് ഫ്രണ്ട്സ് ഉണ്ടൊക്കെ ഭയങ്കര പാടെന്ന് വെച്ചാൽ എന്നെ LKG തൊട്ടുള്ള എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇപ്പോഴും ഇവിടെ ഉള്ളത്. ഞങ്ങള് രണ്ടുപേരുടെ ഇങ്ങനെ പോകുന്നു. പേര് പറ. ശ്രേയ. ഓക്കെ, ശ്രേയ. LKG മുതൽ കുറെ വർഷം. എനിക്കറിയില്ല എത്ര വർഷമായി. 15 years ആയി. ഓ യെസ്. ഓക്കെ, പറഞ്ഞോ, ബാക്കി പറഞ്ഞു. അപ്പം കൗണ്ടബിൾ നമ്പർ ഓഫ് ഫ്രണ്ട്സേ എനിക്കുള്ളൂ. ക്ലാസ്സിലാണെങ്കിലും എല്ലാവരുമായിട്ട് കമ്പനി ആണെങ്കിലും കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ നല്ല ഇമോഷണലി അറ്റാച്ച് ആകും. അപ്പോൾ ആ ഒരു സർക്കിളിൽ നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ലൈഫ് ലോങ് എൻ്റെ കൂടെ കാണും എന്നുള്ള ഒരു. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ പരിപാടി ചോദിക്കുന്നവരെ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എന്താ പറയുക? ഫ്രണ്ട്സ് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിദൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഫിദ റിപ്പീറ്റ് ചെയ്ത് 700+ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. പാരൻസിനും എല്ലാവർക്കും ഭയങ്കര പ്രൗഡ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.